ഹായ് അസ്സലാമലൈക്കും. ഞാനിന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു ആപ്പിൾ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വെറൈറ്റി എന്ന് പറയുമ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നതും കഴിക്കുന്നതും ട്രൈ ചെയ്യുന്നതും ഒക്കെ ആദ്യമായിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ വെറൈറ്റി എന്ന് പറഞ്ഞത്. എന്തായാലും സൂപ്പർ അച്ചാറാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആപ്പിൾ അച്ചാർ തയ്യാറാക്കാനായിട്ട് അധികം മധുരം ഇല്ലാത്ത പുളിയുള്ള 2 ആപ്പിളാണ് ആവശ്യം. അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കും. നിങ്ങൾ ഏത് ഓയിൽ ഒഴിച്ചാണ് അച്ചാറിടുന്നത് അത് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അതിനുശേഷം കടുവിട്ട് പൊട്ടിക്കുന്നുണ്ട്, പിന്നെ ഉലുവയിട്ട് പൊട്ടിക്കാം. അതിനുശേഷം കുറച്ച് വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തത്, ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4-5 പച്ചമുളകില്ല, അത് വട്ടത്തിൽ കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാൻ അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ കാശ്മീരി ചില്ലി, 1 സ്പൂൺ നമ്മുടെ സാധാ മുളക് പൊടിയില്ലേ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അച്ചാർ പൊടി ഇടുന്നില്ല കേട്ടോ. ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഞാൻ ഒരു 1/2 സ്പൂൺ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്പിളില്ലേ അതിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാൻ ഉപ്പിടുന്ന വീഡിയോ എൻ്റെ ഒന്ന് മിസ്സായി പോയിട്ടോ, അതുകൊണ്ടാണ് വീഡിയോ ഉൾപ്പെടുത്താത്തത്. ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ആ അരപ്പെല്ലാം ആപ്പിളിൽ പിടിക്കുന്നവരെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ലാസ്റ്റ് അതിലേക്ക് 1 സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലൊരു ആപ്പിൾ അച്ചാറാണ് കേട്ടോ, നല്ല ടേസ്റ്റാണിത്. നമ്മൾ സാധാരണ അച്ചാറിടുന്ന സമയത്ത് നമ്മൾ മാങ്ങയും നെല്ലിക്കയൊക്കെ കട്ട് ചെയ്തിട്ട് 2 ദിവസം ഉപ്പിട്ട് വയ്ക്കൂലേ, ഇതങ്ങനെ ഉപ്പിട്ടൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അരിഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ ആപ്പിൾ കട്ട് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ ആപ്പിളിൻ്റെ കളർ ചേഞ്ച് ആകും. സൂപ്പർ അച്ചാറാണ്. എല്ലാവരും ഇതുപോലെ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എനിക്ക് അത് എത്രത്തോളം അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞ് ഫലിപ്പിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഞാനൊരു 3-4 ഐറ്റം അച്ചാറുകളുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നാരങ്ങയും മാങ്ങ, നെല്ലിക്ക അത് നമ്മൾ ഇവിടെ സാധാരണ കാട്ടില്ലിക്ക എന്നാണ് പറയുന്നത് കേട്ടോ. അതാണ് ഞാൻ ആ വോയിസിൽ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അമ്പഴങ്ങ അച്ചാർ, ഒരു 4-5 ഐറ്റം അച്ചാറുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. ചതുരപ്പുളി, സ്റ്റാർ പുളിഞ്ചിക്കയുടെയൊക്കെ. പക്ഷേ അതിനകത്ത് എല്ലാം വെച്ച് നോക്കുമ്പോൾ അടിപൊളി അച്ചാറെന്ന് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു അച്ചാർ ഈ ആപ്പിൾ അച്ചാറും നമ്മൾ അമ്പഴങ്ങ അച്ചാറും ഇല്ലേ, ആ 2 അച്ചാറുമാണ്. ഭയങ്കര ടേസ്റ്റുള്ള അച്ചാറായിരുന്നു അത് രണ്ടും. ഒരു 4-5 ഐറ്റം അച്ചാറിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കയറി കാണാൻ മറക്കല്ലേ. എന്തായാലും നിങ്ങൾക്ക് ആപ്പിൾ അച്ചാർ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുതേ. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ.